ഇപ്രാവശ്യവും നമ്മളെ സിംപ്ലി നല്ല നാടൻ ഫുഡ് കയറി ഇങ്ങനെ ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്രാവശ്യവും നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നല്ല നാടൻ വിഭവങ്ങൾ കഴിക്കാൻ പോകുന്നത്. നമുക്ക് അറിയണമല്ലോ, സാധാ ഹോട്ടൽസിൽ മാത്രമല്ല ബാക്കിയുള്ള ഹോട്ടൽസിലും ഇങ്ങനത്തെ സംഭവങ്ങളും അതിൻ്റെ രുചിയും എല്ലാം നമുക്ക് അറിയണമല്ലോ. ഇപ്പോൾ ഞാൻ കറക്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്, സൗത്ത് ബീച്ചാണിത്. ഈ ബീച്ചാണെന്ന് പറയുമ്പോൾ ഇവിടെ ഡച്ച് സെമിട്രി ഉണ്ട്, ഇപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടാണ്. രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ മുമ്പിലാണ് നിന്നേക്കുന്നത്. ഇത് നമ്മൾ CGH കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ 8 ബാസ്റ്റിൻ ഇതിൽ എർത്ത് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണൊക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. കൂടുതൽ സ്വാദും നമ്മുടെ ടേസ്റ്റും നാടൻ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാം. വാ, ഇതാണ് നമ്മൾ ഇങ്ങനെ കടന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലോട്ട്. സൈക്കിളൊക്കെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, ഫോറിനേഴ്സിൻ്റെ ആയിരിക്കാം. നമസ്കാരം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എയ്റ്റ് ബാസ്റ്റിൻ. താങ്ക് യു. നമ്മുടെ ഇവിടുത്തെ GM ആണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ജോണി പീറ്റർ. ഇപ്പോൾ ജോണി സോ എത്ര ആളായി സാർ ഇവിടെ? ഞാൻ ഈ ഹോട്ടൽ ആരംഭിക്കുമ്പോൾ മുതൽ ഇവിടെ ഉണ്ട്. എത്ര ഈ പ്രോപ്പർട്ടി നമ്മൾ എത്ര ആളായി? പ്രോപ്പർട്ടി 2012 സെപ്റ്റംബറിൽ ആരംഭിച്ചതാണ്. സെപ്റ്റംബറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഹൈഡ് ഔട്ടാണ് ബീച്ചിൻ്റെ സൈഡിലായിട്ട്. അതായത് CGHൻ്റെ ഫോർട്ട് കൊച്ചിയിലെ രണ്ടാമത്തെ ഹോട്ടലാണ്. കൊച്ചിയിൽ ഞങ്ങൾക്ക് 3 ഹോട്ടലുണ്ട്: കാസിനോ ഹോട്ടൽ, ബ്രണ്ടൻ ബോട്ടിയാട്, പിന്നെ ഇത് 8 ബാസ്റ്റിൻ. അതെ, 8 ബാസ്റ്റിൻ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൈഡ് ഔട്ടാണ്. നല്ല റഷും ഇല്ല, ഒന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ, റിലാക്സിനൊക്കെ പറ്റിയ. തീർച്ചയായിട്ടും ഈ ഞങ്ങളുടെ ക്ലയൻസ് അധികവും യൂറോപ്യൻസ്, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് വരുന്നവരാണ്. അവർക്ക് എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡേയിലാണെങ്കിലും അവർക്ക് സിറ്റിയിലൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ ഈ കൊച്ചിയിൽ വരുമ്പോൾ വളരെ സൈലൻ്റായിട്ട് പാർഷ്യലി സീയൊക്കെ കണ്ട് അങ്ങനെ നല്ല ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന അതൊരു ഹാപ്പിനെസ്സാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മളൊരു യാർഡ് അല്ലെങ്കിൽ ഷിപ്പ് അങ്ങനത്തെ എല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മൊത്തം ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത് തോന്നുന്നത്. കാരണം ഈ 8 ബാസ്റ്റിൻ എന്ന് ഉദ്ദേശിക്കുന്നതിന് ഒരു ഡച്ച് ആർക്കിടെക്റ്റിലാണ് ഈ ഹോട്ടൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നെതർലാൻഡ്സിൽ നിന്നുള്ള കൊണ്ടുവന്നിരിക്കുന്ന റിപ്ലിക്കാസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബത്താവിയ എന്ന് പറയുന്ന ആ ഷിപ്പ് ഇവിടെ കൊച്ചിയിൽ ആദ്യമായിട്ട് വന്നൊരു ഷിപ്പാണ്. അതിൻ്റെ റിപ്ലിക്കാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഇമ്പോർട്ടഡ് ഇതാണ്. കാരണം അവരാണ് ഇതിനകത്ത് കൂടുതൽ ഈ നാവിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം. അതെ, തീർച്ചയായിട്ടും. നമ്മളിവിടെ ഉണ്ട് മറ്റേ ഇതെല്ലാം ഷിപ്പിന്റെ റൂട്ടല്ല. അതല്ല, എല്ലാം ഷിപ്പിന്റെ ആ നാവിഗേഷനുള്ള എഞ്ചിനീയറിങ് അതിൻ്റെ ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് മാത്രം അത് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ ഇവിടെ വരുന്ന അങ്ങനെയുള്ള മറീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുള്ള ഗസ്റ്റുകൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സെയിലേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ വരല്ല യാട്ടിലൊക്കെ വരുന്നത്. ഈ സെയിലേഴ്സ് കുറവാണ്, എങ്കിലും ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇപ്പോൾ ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്, ഓസ്ട്രിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കിച്ചണിൽ പോയി ഷെഫിനൊക്കെ ഉണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് നടക്കാം. ഓക്കെ, ഞങ്ങളിപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈസ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടാതെ ഹോളിഡേയ്സിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഞങ്ങൾ സാധാരണ ഡച്ച് റൂട്ട് മെനു ആണ് ഷെഫ് സൈജു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 2-3 നാടൻ ഡിഷുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മീൻ മാങ്ങ പൊള്ളിച്ചത്, അതായത് മീനും മാങ്ങയും ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ചെയ്ത ഒരു ഡിഷ്. പിന്നെ ഉള്ളത് താറാവ് വറുത്തരച്ച കറി. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഈ കൊച്ചിയിൽ വരുന്നവർക്ക് താറാവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെഫ് അതിൻ്റെ ഒരു ഡിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞണ്ട് ഉലർത്ത്. ഇത് 3 വളരെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ അതാണ് ഷെഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് ഒരു കുഴപ്പമില്ല, സന്തോഷം കാര്യത്തിൽ. നിങ്ങൾ ഇതിൽ ഞങ്ങളുടെ ഹോട്ടലിൽ വരുവാനും ഈ 8 ബാസ്റ്റിനിൽ ഈ വിസിറ്റ് ചെയ്ത് ഈ ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ഡിഷസ്, നാടൻ ഡിഷസ് ഒന്ന് ജനങ്ങളെ അറിയിക്കാൻ താല്പര്യത്തിൽ വളരെ സന്തോഷം. ഇവിടെ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളാണ്. ഈവനിങ് ഞങ്ങൾ ഇവിടെ സെർവ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡിന്നർ. കാരണം ഈ സമയത്ത് ലഞ്ച് കുറച്ച് ചൂടായതുകൊണ്ട് ലൈക്ക് ടു സിറ്റ് ഇൻസൈഡ്. ബട്ട് പൂൾ സൈഡ് സർവീസ് ഈ ലോണിലും ഞങ്ങൾക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് എല്ലാം നല്ല രസമായിരിക്കും. കാരണം വെയിലൊക്കെ ഒന്ന് താന്ന് നല്ല ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഷെഫിനെ മീറ്റ് ചെയ്യാം. യെസ്, I will introduce our chef Saiju. Welcome. Thank you, Saiju. അപ്പോൾ ഷൈജു ആണ് ഷെഫ്.
സഞ്ജുവാണ് ഷെഫ്. ഞങ്ങൾ CGH കാസിനോ ഗ്രൂപ്പിൽ വർഷങ്ങളായിട്ടുള്ള ഒരു സീനിയർ ഷെഫാണ്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി തുടങ്ങിയപ്പോൾ എൻ്റെ ഒപ്പം ഷെഫും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് വന്ന് ഇനി എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്താലോ? തീർച്ചയായിട്ടും. നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് പോവാണ്. അതെ, ബേസിക്കലി ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇതാണ് ഞങ്ങൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇവർ ഷെഫിന്റെ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് അവരാണ് ആക്ച്വലി ഇതെല്ലാം. ബേബി, ഓക്കെ, ബേബി. എൻ്റെ അടുത്ത് ജീവൻ 3 കാര്യങ്ങൾ പറഞ്ഞത്. 3 ഡിഷ്. ഒന്ന് നമ്മുടെ താറാവ്, കരിമീൻ, അല്ല മീൻ, പിന്നെ ഞണ്ട്. അപ്പൊ അത് 3 ഇവരാണ്. 3 അവരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവർ ഷെഫിന്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായി തരും. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് നമുക്ക് ഡക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഡക്കാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഷെഫിന് കോള് വന്നു. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയേക്കാണ്. നമുക്ക് എന്തായാലും അജയ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇത് കത്തിക്കണമല്ലോ, ഇല്ലാണ്ട് പറ്റില്ലല്ലോ. നമ്മൾ വെളിച്ചെണ്ണ അല്ലേ? സ്ഥലം എവിടെ ഉണ്ടേ? എൻ്റെ പാലായില. അപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ടോ? ലേശം എണ്ണ ഒഴിക്കുന്നുണ്ട്. മതിയാകുമ്പോൾ പറയണേ. കടുക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. സ്പൈസസ് അല്ലേ? നമ്മളിപ്പോഴും മൂപ്പിക്കാൻ വേണ്ടി അതും ഇടുകയാണോ? കുറച്ച് ആദ്യം അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കുറേശ്ശെ ഇട്ടാൽ മതി. കുറച്ച് ഏലക്ക, കറുവപ്പട്ട, കരാമ്പൂ, ഇതെല്ലാം. പിന്നെ മറ്റേ നമ്മുടെ ജാതിപത്തിരി അല്ലേ? ചെറുതായിട്ട് കഴിഞ്ഞേക്കണേ. നമ്മുടെ ഗാർലിക് ചോപ്ഡ് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ജിഞ്ചർ അത് ഇട്ടു. ഗ്രീൻ ചില്ലി അതും ചോപ്പ്. എല്ലാം കൂടി നന്നായിട്ട് ആ ഗാർലിക്കിൻ്റെ ആ ഒരു മണം. അതിനൊപ്പം നമ്മൾ ഓണിയൻ സ്ലൈസ് ചെയ്തു. കുറച്ച് സ്ലൈസ് ഓണിയനും നമ്മൾ കുറച്ച് ഷാലറ്റ്സും കൂടെ മിക്സ് ചെയ്തിടുന്നത്. നമ്മുടെ ചുവന്നുള്ളി. ഇപ്പം ആരാണ് ഈ സൗത്ത് ഇന്ത്യനിൽ നമ്മുടെ കേരള ഡിഷിലോട്ട് അധികം പഠിപ്പിച്ചത്? പോണ്ടിയാണല്ലോ സ്പെഷ്യലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് അങ്ങനെ ചോദിച്ചാൽ ആശാന്മാർ ഒത്തിരി പേരുണ്ട്. ശരിക്കും നമ്മൾ ആശ എന്ന് പറയുമ്പോൾ തുറയിലാശാൻ മറ്റേ ഇതിങ്ങനെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അടുത്തുള്ള ആശാന്മാരെയൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏകദേശം വഴണ്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി. ഇത് നമ്മുടെ നാടൻ മുളക് പൊടി. എരിവുള്ള സാധനം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി, ക്രഷ്ഡാണ്. പെരുംജീരകം. എൻ്റെ വ്യത്യാസമുണ്ട്. ക്രഷ്ഡും മറ്റേ നമ്മൾ നല്ല വ്യത്യാസം. ഇത്തിരി കുറച്ച് ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് മസാലയുടെ പച്ചപ്പ് മാറാനായിട്ടൊന്ന്. ഇനി ചെറുതായിട്ട് കഴിഞ്ഞേക്കണം നമ്മുടെ തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഒഴിക്കാൻ പോകും. ചിക്കൻ്റെ സ്റ്റോക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പറയാൻ പറഞ്ഞ ഒരു കേസുണ്ട്. ഈ വറുത്തരപ്പ് വേണം. വറുത്തരപ്പിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ, പെരുംജീരകം, ശകലം പെരുംജീരകം, ഏലക്ക, ശകലം കറുവപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർനേസ്, റെഡ് ചില്ലി, മല്ലി, ചെറിയുള്ളി, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടി. ഇതും തേങ്ങ എല്ലാം കൂടി ഇട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ഫയറിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. വീട്ടിലെല്ലാവർക്കും അറിയാം നമ്മൾ വറുത്തരപ്പ് ഉണ്ടാക്കണ ആ നാടൻ. അതിൽ ഈ സ്പൈസസ് വീട്ടിലധികം യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ മാത്രമേ ഇടാവൂ. റോസ്റ്റ് ചെയ്ത് വറുത്തരച്ച് എടുത്ത് വെച്ചിരിക്കണം. നമ്മൾ നേരത്തെ കാണിച്ച തേങ്ങയും ബാക്കി സ്പൈസും എല്ലാം കൂടി വറുത്ത് ഒരു 15 മിനിറ്റോളം ഇട്ട് വറുത്ത് നല്ല ഫൈനായിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തേക്കണം. അതൊന്ന് ആ ഒരു ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് കട്ടിയായി. എന്നിട്ട് തന്നെ കറി നല്ലൊരു ഗ്രേവിയുടെ